So hey guys, welcome back to another video. So guys, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി പ്രൈസ് ആക്ഷൻ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ പറയുന്ന സപ്ലൈ സോൺസ്, ഡിമാൻഡ് സോൺ, ഇപ്പോൾ ഓർഡർ ബ്ലോക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ബേസിക്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. കാരണം നമ്മൾ ഡെയിലി പ്രൈസ് ആക്ഷൻ വീഡിയോയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാമെന്നുള്ള രീതിയിൽ അങ്ങ് സ്പീഡിൽ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ബേസിക് എന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് പറയുന്നത് എന്താണ് സോൺസ്. ഈ സോൺസ് എന്ന് പറയുമ്പോൾ സപ്ലൈ സോൺസും ഡിമാൻഡ് സോൺസും വരും, പിന്നെ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഓർഡർ ബ്ലോക്കിൽ ഒരു ബ്ലോക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ OB എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ പറയുന്ന സോൺസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഓർഡർ ബ്ലോക്ക് സിമ്പിളാണ്. ബേസിക്കലി രണ്ടും സെയിം ആണ്, പല ടെർമിനോളജീസും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. സോ ജസ്റ്റ് ഞാൻ ഒരു വൈറ്റ് ബോർഡിൽ ജസ്റ്റ് കാണിച്ചത്. അപ്പോൾ ഇപ്പം ഞാൻ ഇതിൽ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങളൊരു കുറച്ചൊരു നല്ല ട്രേഡിങ് അറിയാമെന്നുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരു ബേസിക്സ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ വളരെ ബേസിക്കായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതെന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്ക് വന്നാൽ പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ബേസിക്കലി ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഇപ്പോൾ നമ്മളൊരു ട്രേഡിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രേഡിംഗ് ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഫോറക്സ് ആയാലും സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും എന്തായാലും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളിലാണ് അല്ലേ. ഒന്നെന്ന് പറയുന്നത് പ്രൈസും, മറ്റത് ടൈമും. സോ അപ്പോൾ നമ്മളിപ്പോൾ ഫിസിക്കൽ മാർക്കറ്റ്, അതായത് ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയിട്ടൊരു സാധനം മേടിക്കുവാണെങ്കിൽ പോലും ഈ രണ്ട് കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ഈ ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ ഓണം സമയമാണല്ലേ. ഇപ്പോൾ ഓണം സമയത്ത് നമുക്ക് ഓഫ് കോഴ്സ് അറിയാം, നമ്മളിപ്പം സാധനം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ വളരെ വില കുറവായിരിക്കും. കാരണം എന്താ, അത് ഓണം ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റ്, അതായത് ഈ പറയുന്ന ഫോറക്സ് ആയാലും ഇതിലെല്ലാത്തിലും പല ടൈമുകൾക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമ്മളെപ്പോഴും ഒരു സോണ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും ഒരു സോണിൽ പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ അത് ഉടനെ അവിടെ നിന്ന് വർക്ക് ചെയ്യും. ഓക്കെ, നമുക്ക് ആ സോണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കാം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ എല്ലാ സോൺസും വർക്ക് ചെയ്യത്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഈ സോൺ എങ്ങനെ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഏതൊക്കെ സോൺസാണ് വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ, നമുക്ക് ഒരിക്കലും സെർട്ടണിറ്റി പറയാൻ പറ്റത്തില്ല, പ്രോബബിലിറ്റി പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏത് സോൺസാണ് പ്രോബബിൾ എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടൈം. സോ ബേസിക്കലി നമ്മൾ പ്രൈസ് അങ്ങനെ നോക്കാറില്ല, നമ്മൾ ടൈമാണ് മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമുക്കൊരു AC എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, എയർ കണ്ടീഷണർ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു എയർ കണ്ടീഷണർ അതിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, നോർമലി നമുക്കൊരു ഒരു ടെമ്പറേച്ചർ നോർമലായിട്ടൊക്കെ നിൽക്കുന്ന സമയം, അതായത് വളരെ ചൂടുമല്ല വളരെ തണുപ്പുമല്ലാത്ത സമയത്ത്, ഇപ്പോൾ സപ്പോസ് ഒരു പ്രൈസ് നിൽക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10,000 രൂപയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു AC 10,000 രൂപയ്ക്ക് കിട്ടില്ലെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. സോ ഫോർ ദ സേക്ക് ഓഫ് എക്സാമ്പിൾ ഞാൻ പറയുവാണ് 10,000 രൂപയ്ക്ക് നിൽക്കുന്നു. ഓക്കെ, അപ്പം ജസ്റ്റ് ഈ 11,000, 11,500 ആ ഒരു റേഞ്ചിൽ പ്രൈസ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്ത് സംഭവിച്ചു, ചൂട് സമയം വന്നല്ലേ. ചൂട് സമയം വന്നപ്പോൾ എന്ത് സംഭവിച്ചു, പെട്ടെന്ന് പ്രൈസ് എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ഈ പറയുന്ന പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് നോർമലി ഒരു ACയുടെ വിലയാണ്. പക്ഷേ ചൂട് സമയത്ത് എന്ത് സംഭവിക്കും, ACയുടെ വില കൂടും. അപ്പോൾ ഈ പറയുന്ന വില എന്ന് പറയുന്നത് ഏകദേശം ഒരു 15,000 അല്ലെങ്കിൽ ഒരു 16,000 റേഞ്ചിലായിരിക്കും ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത്. പ്രൈസ് കുറച്ച് നേരം 16,500, 15,000, 14,000, 15,000 ആ റേഞ്ചിൽ ഇങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു തണുപ്പ് കാലമാണ് അല്ലേ, ചൂട് കാലത്ത് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്ന 16,000 റേഞ്ചിലാണ്. അപ്പോൾ പ്രൈസ് എന്ത് ചെയ്തു, ചൂട് കഴിഞ്ഞ് കുറച്ചുകൂടെ പ്രൈസ് ഇങ്ങനെ താഴോട്ട് വന്ന സമയത്ത് അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് AC മേടിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ പോട്ടെ ഞാനിപ്പോൾ ഒരു റീറ്റെയിൽ പ്രൈസിൽ മേടിക്കുന്ന ഒരാളാണല്ലേ. അപ്പോൾ ഈ 16,000 രൂപയുടെ പ്രൈസിൽ നിന്ന ACയുടെ വില ഇപ്പം നിൽക്കുന്ന 13,000 രൂപയിലാണ്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഓക്കെ ഞാനിപ്പം കുറച്ച് ഒരു 100 ക്വാണ്ടിറ്റി AC ഇപ്പോൾ ഞാൻ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈസ് എന്തായാലും തിരിച്ച് 16,000 പോകും. ഞാൻ മാർക്കറ്റ് സ്റ്റഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഓക്കെ, ഞാൻ നോക്കിയ സമയത്ത് പ്രീവിയസ്ലി 16,000 രൂപയിൽ നിന്ന് സാധനം 13,000 രൂപയിലെത്തി. അപ്പോൾ തിരിച്ചത് 16,000 രൂപയിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പെർ യൂണിറ്റിൽ 3,000 രൂപ ലാഭം കിട്ടും. ആ ഒരു ഒറ്റ സ്ട്രാറ്റജിയിലാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ പറയുന്ന പ്രൈസ് മേടിച്ചത്. അപ്പോൾ എന്ത് പറ്റി, പ്രൈസ് വീണ്ടും താഴോട്ട് വന്നു. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ, ഇപ്പോൾ 13,000 നിൽക്കുമല്ലേ, ഇപ്പോൾ നിൽക്കുന്ന എത്ര, 11,000-ലാണ്. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ, ഇനി പ്രൈസ് എന്ത് ചെയ്യും, താഴത്തില്ല. കാരണം എന്താ, ഒറിജിനൽ പ്രൈസ് 10,000 ആണ്, ഇപ്പോൾ 11,000-ലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യും, ഞാനിപ്പം കുറച്ചും കൂടെ ക്വാണ്ടിറ്റി മേടിച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് 16,000 എത്തുന്ന സമയത്ത് എനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുമെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും എന്ത് ചെയ്യും, ആഡ് ചെയ്യും. പക്ഷേ വീണ്ടും എന്ത് ചെയ്യും, പ്രൈസ് ഡൗൺ വരും. പക്ഷേ ഈ പ്രൈസ് ഡൗൺ വരുന്നതിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഏത്
ടൈമിലാണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇത് ഒറിജിനലി ഇറക്കിയ സമയം, ഓക്കെ, റെഡിൽ മാർക്ക് ചെയ്യാം. ഇത് ഒറിജിനലി ഇറക്കിയ സമയം, ഇത് ചൂടുകാലം. പക്ഷേ ഞാൻ മേടിച്ചത് ഏത് സമയത്താണ്? തണുപ്പ് കാലത്താണ്, അല്ലേ? തണുപ്പ് കാലത്ത് ബേസിക്കലി ഈ പറയുന്ന എ സിയുടെ യൂസേജ് വളരെ കുറവായിരിക്കും. അപ്പോഴീ പറയുന്ന 13,000-നോ 16,000-നോ കൊടുത്തു കഴിഞ്ഞാൽ ആരും മേടിക്കത്തില്ല, കാരണം അവർക്ക് ആവശ്യമില്ല, അതൊന്നും മേടിക്കത്തില്ല. പക്ഷേ ഇതൊന്നും ഞാൻ മനസ്സിലാക്കാതെ പോയി മാർക്കറ്റിൽ പോയിട്ട് ഓക്കെ 11,000 13,000 രൂപയാണ് എനിക്കിനി ലാഭമുണ്ടാക്കാം എന്ന് പറഞ്ഞ് മേടിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എനിക്ക് നഷ്ടമേ വരത്തുള്ളൂ. ചിലപ്പോൾ ഒറിജിനൽ പ്രൈസിനേക്കാളും 500 1000 രൂപ കുറവായിരിക്കും പ്രൈസ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇതുവരെ എത്തിയപ്പം മനസ്സിലായി എനിക്ക് തെറ്റിപ്പോയി, എനിക്ക് പറ്റിയ മാർക്കറ്റല്ല എ സി മാർക്കറ്റ്. ഞാൻ ഇനി എ സി മാർക്കറ്റിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ട്രേഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇനി സ്റ്റോക്ക് എടുക്കുന്നില്ല, ഞാനെല്ലാം മാറ്റി ഇപ്പോൾ ഉള്ള എല്ലാം ലോസിലും വിറ്റ് കളഞ്ഞു, അല്ലേ? അപ്പോൾ ഈ പ്രൈസിൽ ഇങ്ങനെ നിൽക്കും. അപ്പോഴായിരിക്കും എന്താ വീണ്ടും പഴയതുപോലെ ഈ പറയുന്ന തണുപ്പും അല്ല ചൂടും അല്ലാത്ത കാലം വന്നു പ്രൈസ് ചെറുതായിട്ട് മേളിലോട്ട് കയറും, പിന്നെ അവിടെ നിന്ന് കയറിപ്പോവും. അപ്പോൾ എനിക്ക് എന്താ തെറ്റിയത് ഇവിടെ? എനിക്ക് ഈ പറയുന്ന 11,000 16,000 ആകും എന്നുള്ളൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഐഡിയ ആണോ തെറ്റിയത്? അല്ല, ഞാൻ വാങ്ങിച്ച ടൈമാണ് തെറ്റിപ്പോയത്, അല്ലേ? അപ്പോൾ അത് കറക്റ്റ് ടൈം ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ ട്രേഡ്സ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ പറയുന്ന ഇതൊരു സോണല്ലേ? ആക്ച്വലി അതൊരു സോണാണ്. ഈ പറയുന്ന ഇതൊരു സോണല്ലേ? അതൊരു സോണാണ്. ഇതെല്ലാം സോണാണ്. പക്ഷേ എല്ലാം വർക്ക് ചെയ്യുമോ? ഒരിക്കലും ഇല്ല. കാരണം ഈ ഒരു സോൺ ഫോം ചെയ്ത ടൈം ആയിരിക്കില്ല ഈ ഒരു സോൺ വർക്ക് ചെയ്തല്ലേ. അപ്പോൾ പ്രൈസ് അവിടെ എത്തുന്ന ടൈം ഏതാണെന്നും കൂടെ, ഇപ്പം സപ്പോസ് ഈ ഒരു പ്രൈസ് ഇവിടെ എത്തുന്ന സമയം നോർമലി ചൂടും അല്ല തണുപ്പും അല്ലാത്ത ടൈമാണെങ്കിൽ ഓഫ് കോഴ്സ് 10,000 രൂപയുടെ മേളിൽ പ്രൈസ് എന്ത് ചെയ്യും? വീണ്ടും കൂടാനേ നോക്കത്തുള്ളൂ. കാരണം ആ സമയത്ത് ചൂട് സമയം വീണ്ടും വരുവാണ്, അല്ലേ? ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വന്നിട്ട് ചൂട് സമയം വരുവാണെങ്കിൽ ഓഫ് കോഴ്സ് എൻ്റെ 11,000 രൂപ എന്ത് ചെയ്യും? 14,000 15,000 എനിക്ക് പ്രോഫിറ്റ് കിട്ടും, അല്ലേ? അപ്പോൾ അത് കറക്റ്റ് ടൈമിങ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. സോ അതാണ് നമ്മൾ സോൺസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലേ? നമ്മൾ സോൺ എന്ന് പറയുമ്പോൾ ടൈമും സോണുമായിട്ട് ലിങ്ക് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് സോൺ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കേണ്ട 2 കാര്യങ്ങളാണ് സപ്ലൈ സോണും ഡിമാൻഡ് സോണും. അത് ബേസിക്കലി ഒന്നുമില്ല, നമ്മളൊരു ഏരിയ, അതായത് ഇപ്പോൾ ഈ പറയുന്ന ഇതൊരു ഏരിയ ആണെങ്കിൽ അവിടെ നിന്ന് പ്രൈസ് താഴോട്ട് വരും എന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ എങ്കിൽ അതൊരു സപ്ലൈ സോൺ ആയിരിക്കും. അതല്ല, പ്രൈസ് ഇപ്പോൾ താഴേന്ന് മേളിലോട്ട് പോവുകയാണ് എന്നിട്ട് ഈ ഒരു സോണാണ്, ഇതൊരു സോണായിട്ട് എടുക്കുവാണെങ്കിൽ പ്രൈസ് മേളിലോട്ട് പോകുന്നതാണ് എൻ്റെ പ്രഡിക്ഷൻ എങ്കിൽ ഇതൊരു ഡിമാൻഡ് സോണാണ്. സോ അത് ഡിമാൻഡും സപ്ലൈയും, അത് നമ്മൾ വേറെ അതിൽ പ്രത്യേകിച്ച് നമുക്ക് എന്ത് ചെയ്യാനില്ല, പാടായിട്ടുള്ള സംഭവമില്ല. സോൺസ് ആണ് ബേസിക്കലി, അതിനെ നമ്മൾ വേറെ പേര് വിളിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ജസ്റ്റ് ഒന്ന് ചാർട്ടിൽ വരയ്ക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ചാർട്ടിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സോൺ മാർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സോ ഈ ഒരു എക്സാമ്പിൾ അല്ലേ, ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഞാൻ എ സിയുടെ കാര്യം പറഞ്ഞതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. പ്രൈസ് എന്ത് ചെയ്തു? ഇതിൻ്റെ പുറകെ നോക്കണ്ട, ഇത്രയും മാത്രമുള്ള എക്സാമ്പിൾ, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഡേറ്റാസ് എടുക്കാം. ഓക്കെ, ഇത്രയും മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ എ സിയുടെ കാര്യം പറഞ്ഞതുപോലെ അല്ലേ, എ സിയുടെ ഇതിപ്പോൾ സെൽ സൈഡ് ആയതുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷനാണ്. അപ്പോൾ ഇനി എ സിയുടെ എക്സാമ്പിൾ നമ്മൾ നോക്കണ്ട. ഓക്കെ, ഈ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പം ഇതെന്താ ഒരു 1000 രൂപയിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ യൂറോ USDയുടെ ചാർട്ടാണെന്നോ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഈ പറയുന്ന ഇവിടെയാണ് പ്രൈസ് വരുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇപ്പോൾ ഒരു 1000 രൂപയിൽ നിൽക്കുവാണ്. ഡ്യൂ ടു സം റീസൺ പ്രൈസ് എന്ത് ചെയ്തു? താഴോട്ട് വന്നു, അല്ലേ? പ്രീവിയസ്ലി നമുക്ക് ഉണ്ടായിരുന്ന നല്ലൊരു ഏരിയ ആയിരുന്നു ഇവിടെ, അവിടെ നിന്ന് എന്ത് ചെയ്തു? പ്രൈസ് താഴോട്ട് വന്നു. എന്നിട്ട് പ്രൈസ് എന്ത് ചെയ്തു? കൺസോളിഡേറ്റ് ചെയ്തു. അതായത് 1000 രൂപയിലുണ്ടായിരുന്ന പ്രൈസ് ഇപ്പോൾ 950 റുപ്പീസായി. പക്ഷേ 950 റുപ്പീസ് ആയതിനു ശേഷം എന്ത് ചെയ്തു? 950 960 950 960 അങ്ങനെ മാർക്കറ്റിൽ നിന്നു, കൺസോളിഡേറ്റ് ചെയ്ത് നിന്നു. എന്നിട്ട് മെല്ലെ എന്ത് ചെയ്തു? പ്രൈസ് മേളിലോട്ട് കയറാൻ തുടങ്ങി, അല്ലേ? അതായത് ഒരു 975 980 ആ ഒരു റേഞ്ചിൽ പോയി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു റീറ്റെയിലർ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ട്രേഡർ ആണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റർ ആണെന്ന് വിചാരിച്ചു. ഞാൻ നോക്കുവാണ്, ഓക്കെ, അതായത് 1000 രൂപയിൽ നിന്ന പ്രൈസ് ഇപ്പോൾ 950 എത്തി, അതായത് 950 എത്തി. ഓക്കെ, ഇത് 1000,
ഇത് 950. എന്നിട്ട് എന്ത് ചെയ്തു, പ്രൈസ് തിരിച്ച് കയറുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കണം, അപ്പോൾ എന്തിനായിരിക്കും ഈ പ്രൈസ് കയറുന്നത്, എങ്ങോട്ടായിരിക്കും ഈ പ്രൈസ് പോകുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഡേറ്റാസൊക്കെ കളക്ട് ചെയ്തു. ഇപ്പം നമ്മളിപ്പം പേപ്പറിലൊക്കെ നോക്കാറുണ്ടല്ലേ, റബ്ബർ വില കഴിഞ്ഞ ഈ പറയുന്ന സീസണിൽ എത്രയായിരുന്നു റബ്ബറിൻ്റെ വില, ഇപ്പോഴെത്രയാണ് സീസണിൻ്റെ വില. അപ്പോൾ ഈ പ്രൈസ് ഇങ്ങോട്ട് പോകുന്നത് നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ കഴിഞ്ഞ സീസണിൽ ഈ വിലയാണ്, അതായത് സപ്പോസ് ഒരു 1000 രൂപയാണെങ്കിൽ ഇപ്പോഴും ഏകദേശം ആ ഒരു 1000-ൻ്റെ അടുത്തെത്തുമ്പോൾ എന്ത് സംഭവിക്കും, കുറേ ആൾക്കാർ മേടിക്കും അല്ലേ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറേ ആൾക്കാർ അവിടെ നിന്ന് സെല്ല് ചെയ്യും. ഇപ്പോൾ ഈ ട്രേഡിങ്ങിൽ നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന കാര്യം, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പം, അപ്പോൾ സെല്ലിങ്ങിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് എന്ന് ആൾക്കാർ ചോദിക്കും. കാരണം നമ്മളെപ്പോഴും പഠിച്ചിട്ടുള്ളത് ഒരു സാധനം മേടിക്കുന്ന കാര്യമാണ് അല്ലേ. ഇൻവെസ്റ്റേഴ്സിന് കാര്യം പറയുമ്പോൾ ഇൻവെസ്റ്റ് എപ്പോഴും സ്റ്റോക്ക് മേടിച്ചാണ് കൂട്ടുന്നത്. പക്ഷേ നമ്മൾ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് സാധനം വിൽക്കുകയും ചെയ്യും അല്ല, ഇവിടെ വന്നിട്ട് നമ്മൾ സെൽ ഓർഡറാണ് ഇടുന്നത്. അപ്പോൾ അത് പല ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമാണ്. സോ നമ്മൾ ഒരുപാട് കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ സോണിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുക, സെൽ സൈഡിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ബൈ സൈഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ സെഷൻ സോണാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏത് ടൈമിൽ നമുക്കൊരു സോൺ ക്രിയേറ്റ് ചെയ്തല്ലേ. ഇപ്പം നമ്മൾ ടൈമിനെ കുറിച്ച് പറയുമ്പോൾ അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ടൈം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 3 ടൈമാണ്. ഒന്ന് ഏഷ്യൻ ടൈം, 2 ലണ്ടൻ ടൈം, മൂന്നാമത്തത് ന്യൂയോർക്ക് ടൈം അല്ലേ. ഞാൻ ജസ്റ്റ് ഇവിടെ ടൈമിൻ്റെ ഒരു എവിടം തൊട്ട് ഏതുവരെയാണെന്നും കൂടെ പറഞ്ഞുതരാം അല്ലേ. രാവിലെ സമയം ജസ്റ്റ് ഒന്നിപ്പം പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. രാവിലെ ഏകദേശം ഒരു 5:30 മണി തൊട്ട് ഒരു 10 മണി വരെയാണ് ഏഷ്യ സെഷൻ. ഏഷ്യ സെഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഈ പറയുന്ന നമ്മുടെ SGS മാർക്കറ്റ്, അതായത് നമ്മുടെ സിംഗപ്പൂർ മാർക്കറ്റ്, മലേഷ്യ മാർക്കറ്റ്, അതുപോലെ ഏഷ്യൻ പെയേഴ്സ് ഉണ്ടല്ലോ, കനേഡിയൻ പെയേഴ്സ്, ജാപ്പനീസ് പെയർ, ഓസ്ട്രേലിയൻ പെയേഴ്സ്, ഈ പെയേഴ്സൊക്കെ ട്രേഡ് ചെയ്യുന്നൊരു ടൈമാണ് എന്ത്, ഏഷ്യൻ ടൈം. ആ ടൈമിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന യൂറോ USD, അതായത് USD പെയേഴ്സ്, ഡോളേഴ്സ്, അതാണ് USD പെയേഴ്സ്, ഡോളേഴ്സ്, പിന്നെ യൂറോ, GBP, അതിനൊന്നും വളരെ മൂവ്മെൻറ്റ്സ് കാണത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഈ ഏഷ്യ ടൈം ട്രേഡ് ചെയ്യാറില്ല. അപ്പോൾ ഏഷ്യയിൽ എനിക്കൊരു സോൺ ക്രിയേറ്റ് ചെയ്തു, അത് വർക്ക് ചെയ്യുമോ? ഇല്ല, വർക്ക് ചെയ്യത്തില്ല എന്ന് 100% ഞാൻ പറയത്തില്ല. ചില സമയത്ത് വർക്ക് ചെയ്യും അല്ലേ, കാരണം നമുക്കൊന്നും സേർട്ടൺ അല്ല, 100% സേർട്ടൺ അല്ല. അപ്പോൾ എന്ത് ചെയ്തു, പ്രൈസ് എന്ത് ചെയ്തു, കയറിപ്പോയിട്ട് ലണ്ടൻ ടൈമിലോ അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈമിലോ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനായിരിക്കും വാലിഡിറ്റി കൂടുതൽ. ഇപ്പം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത ടൈം എന്താണ്, 6 മണി തൊട്ട് ഏകദേശം ഒരു 9:30 വരെ, അതാണ് ന്യൂയോർക്ക് ടൈം. അപ്പോൾ ഞാൻ ലണ്ടൻ ടൈമിൻ്റെ കാര്യം പറഞ്ഞല്ലേ, ലണ്ടൻ ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 11:30, ഒരു 12 കൂട്ടിക്കോ, 12 മണി തൊട്ട് ഏകദേശം ഒരു 3 മണി 3:15 വരെയൊക്കെയാണ് ലണ്ടൻ ടൈം. കാരണം നമുക്കിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ടൈം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് ലണ്ടൻ ഓപ്പൺ ടൈം അല്ലെങ്കിൽ ന്യൂയോർക്ക് ഓപ്പൺ ടൈം, ഏഷ്യ മാർക്കറ്റ് ടൈം ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. അവിടെ നിന്ന് തന്നെ നമുക്ക് ഡേറ്റാസ് കിട്ടും, അത് വെച്ച് ട്രേഡ് ചെയ്യാം. ഓക്കെ, ഈ പറയുന്ന ഫാൻസി കളേഴ്സോ ഇതൊന്നും വേണമെന്നില്ല, ഇത് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന് മാത്രം വെച്ചേക്കുന്ന സാധനമാണ് അല്ലേ. ഇപ്പം നമ്മൾ ചില ആൾക്കാരുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന ട്രേഡിംഗ് വ്യൂവിൽ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ ഇതെന്തോ ഹോളി ഗ്രേയിലാണ്, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ ഈ പറയുന്ന ഒരു സംഭവം അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ 1000 രൂപയിൽ നിന്നൊരു സാധനം പെട്ടെന്ന് താഴോട്ട് വന്നു, പ്രൈസ് എന്ത് ചെയ്തു, തിരിച്ച് അതുപോലെ കയറിപ്പോയി. അപ്പം നമുക്ക് ഈ പറയുന്ന കുറച്ച് ഫണ്ടമെൻ്റൽസ് അറിയാമെന്നുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഈ പറയുന്ന പത്രം വായിക്കുന്ന ആൾക്കാർ, ഞാനിപ്പോഴും റബ്ബർ അല്ലെങ്കിൽ AC വില വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. യൂറോ USD എന്ന് പറയുന്ന മാർക്കറ്റിനെ കുറിച്ചേ ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഈ മാർക്കറ്റൊക്കെ നോക്കുന്ന ആൾക്കാർ മനസ്സിലായല്ലേ, ഏകദേശം ഈ ഒരു പ്രൈസ് എത്തി, ഒരു 1000 രൂപയിൽ എത്താറായി. അപ്പോൾ എന്ത് ചെയ്യാം, ഞാനങ്ങ് ഈ സാധനം വിറ്റ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ബൈ ചെയ്യുന്ന, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാൻ കുറവായിരിക്കും അല്ലേ. അതായത് 1000 രൂപയിൽ നിന്നൊരു സാധനം ഇപ്പോൾ എത്രയാണ്, ഒരു 930 രൂപ അല്ലെങ്കിൽ 900 രൂപയ്ക്ക് എത്തി. അപ്പോൾ ഞാൻ ഇന്നത്തെ പത്രം വായിച്ചു, ഓക്കെ 900 രൂപ മാർക്കറ്റിൻ്റെ വില 900 രൂപയിലെത്തി, അല്ലെങ്കിൽ റബ്ബറോ എന്തോ ആകട്ടെ 900 രൂപ XYZ ആ സാധനം 900 രൂപയിലെത്തി. അപ്പോൾ എനിക്ക് മനസ്സിലാവും, ഓക്കെ ഞാനിപ്പോൾ ഇത് ഇവിടെ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു ഇപ്പം തന്നെ ഒരു 100 രൂപയുടെ ബഫറുണ്ടല്ലേ, ഈ പറയുന്ന 1000-ഉം 900-ഉം തമ്മിൽ 100 രൂപയുടെ ബഫറുണ്ട്. അപ്പം ഞാൻ ഒരു 100 ക്വാണ്ടിറ്റി മേടിച്ച് കഴിഞ്ഞാൽ ഒരു 930 950-ലെങ്കിലും വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. അത് മേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഞാൻ മേടിച്ച് ഹോൾഡ് ചെയ്ത് ഏകദേശം ഈ ഒരു 1000-ൻ്റെ റേഞ്ച് എത്തുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഓക്കെ കഴിഞ്ഞ സീസണിൽ ഇതേ സമയത്ത് 1000 രൂപയാണ്, അപ്പം 1000-ന് മുകളിൽ പോകാനുള്ള പ്രോബബിലിറ്റി കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ബുദ്ധിപരമായിട്ട് ഏകദേശം ഒരു 1000 എത്താറാകുമ്പോൾ എന്ത് ചെയ്യാം, എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം അങ്ങ് വിറ്റ് കളയാം അല്ലേ.
അപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ ഇവിടെ എത്തിയപ്പോൾ എല്ലാം വിറ്റ് കളഞ്ഞു. അപ്പം അവിടെ വാങ്ങിക്കാൻ ആൾക്കാരില്ല, കാരണം വാങ്ങിച്ച ആൾക്കാരെല്ലാം വിറ്റ് കഴിഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? പ്രൈസ് നല്ല രീതിയിൽ ഇടിഞ്ഞു അല്ലേ? കാരണം നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിൽ പോയിട്ട് അവിടെ കൊടുക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ വാങ്ങിക്കാൻ ആൾക്കാരില്ലെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ വില കുറയും അല്ലേ? ഇപ്പോൾ വാങ്ങിക്കാൻ ആൾക്കാരില്ല, കാരണം 900 രൂപയിൽ ഉണ്ടായിരുന്നപ്പം ബുദ്ധിയുള്ളവർ അല്ലെങ്കിൽ ഈ പറയുന്ന ഫണ്ടമെൻ്റൽസ് സ്ട്രാറ്റജിയൊക്കെ ഉപയോഗിച്ച ആൾക്കാർ എന്ത് ചെയ്തു? മേടിച്ച് കൂട്ടി. 1000 എത്തിയപ്പോൾ അവർ വിറ്റു, അവർക്ക് ഇനി ഇതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായി? അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും? ഇവഞ്ച്വലി താഴോട്ട് വരും. വീണ്ടും പ്രൈസ് തിരിച്ചിങ്ങോട്ട് വരുമ്പം ഓക്കെ, അപ്പം വിചാരിക്കുകയാണോ അല്ലയോ കഴിഞ്ഞ തവണ എനിക്ക് ആ 900 രൂപയ്ക്ക് മേടിക്കാൻ പറ്റിയില്ല, ഇപ്പോൾ ഒരു 930 കുഴപ്പമില്ല, ഇനി ഒരു 1000 രൂപയിലോട്ട് പോകുമെന്ന് വിചാരിക്കും. പക്ഷേ എന്താ സംഭവിച്ചേ? അവിടെ ഒന്നും പോയില്ല, പ്രൈസ് വീണ്ടും തിരിച്ചു താഴോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതാണ് സംഭവം. മനസ്സിലായോ? കറക്റ്റ് ഈ പറയുന്ന ഏരിയയിൽ മാർക്ക് ചെയ്ത് നമുക്ക് ട്രിഗർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കതിൽ സക്സസ് ആവും. പക്ഷേ 100% സക്സസ് എന്ന് പറയുന്ന റേറ്റ് ഇല്ല. പല ടൈമും നമുക്ക് തെറ്റിപ്പോകും. നമ്മൾ എത്ര കിടിലം പ്രൊഫഷണൽ ട്രേഡർ ആയാൽ പോലും നമ്മൾക്ക് എന്ത് സംഭവിക്കാം? ട്രേഡിങ്ങിൽ തെറ്റ് സംഭവിക്കാം. അപ്പോൾ ഈ ഒരു ഏരിയ ഞാൻ മാർക്ക് ചെയ്തല്ല. ഇപ്പോൾ ഈ ഒരു ഏരിയ മാർക്ക് ചെയ്ത് എന്തുകൊണ്ടാണ്? ഇത് ഫോം ചെയ്തത് ന്യൂയോർക്ക് ടൈമിലാണല്ലേ? നമുക്ക് സമയം നോക്കിയാൽ മനസ്സിലാവും. ഒരു 6:30 ആ ടൈമിലാണ് ഇത് ഫോം ചെയ്തത്. അപ്പോൾ പ്രൈസ് എന്ത് ചെയ്തു? തിരിച്ച് ആ ഒരു ഏരിയയിൽ എത്തിയ സമയത്ത് അവിടെ നിന്ന് ട്രിഗറായി പ്രൈസ് താഴോട്ട് വന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇനി നിങ്ങളുടെ ടൈമായിരിക്കും എങ്ങനെ ഇതിനെ മാർക്ക് ചെയ്യാം അല്ലേ? ഒരു OBനെ എങ്ങനെ മാർക്ക് ചെയ്യാം? അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഒരിക്കലും ബിഗിനേഴ്സ് ഓക്കെ ഒരു 15 മിനിറ്റിന് താഴോട്ട് വരണ്ട. നിങ്ങളൊരു 30 മിനിറ്റ് ആദ്യം എടുക്കുക, അല്ലെങ്കിൽ ഒരു 1 അവർ എടുക്കുക. എന്നിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ 30 മിനിറ്റ് 1 അവർ വാട്ടവർ ഓക്കെ ഏതെടുക്കുക. എന്നിട്ട് ഈ പറയുന്ന ബൈ സെൽ ക്യാൻഡിൽസ് ഉണ്ടല്ലോ, അതായത് പെട്ടെന്നൊരു ബൈ ക്യാൻഡിൽ വരും, എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്നൊരു സെല്ല് വന്നു. കണ്ടാൽ നമുക്ക് വിസിബിളി മനസ്സിലാവും അല്ലേ? അതായത് ഒരു ബൈ വന്നു, അവിടെ നിന്ന് പെട്ടെന്നൊരു സെല്ല് വന്നു, പിന്നെ എന്ത് ചെയ്തിട്ടില്ല? പ്രൈസ് ആ ഒരു റേഞ്ചിൽ എത്തിയിട്ടില്ല അല്ലേ? ആ റേഞ്ചസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്തിടുക. ഇനി എക്സാമ്പിൾസ് ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു സാധനം, ബൈ വന്നു, അവിടെ നിന്ന് സെല്ല് വന്നു. ഓക്കെ, അതിനങ്ങ് മാർക്ക് ചെയ്തിടുക. ഇത് വർക്ക് ചെയ്യുകയോ ഇല്ലയോ എന്നൊന്നും നിങ്ങളിപ്പം നോക്കണ്ട. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഇത് മാർക്ക് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എപ്പോഴും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നല്ല നമ്മൾ പഠിക്കേണ്ടത്. നമുക്കത് നമ്മളെ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ചാർട്ട് റാൻഡമായിട്ട് ഏതെങ്കിലും ചാർട്ട് എടുക്കുക, അങ്ങോട്ട് വരയ്ക്കാൻ തുടങ്ങുക. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് കാരണം എന്താ? ഒരു സെല്ലുണ്ട്, അതിനുശേഷം എന്തുണ്ട്? ഒരു ബൈ ക്യാൻഡിലുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് പ്രൈസ് എന്ത് ചെയ്തിട്ടില്ല? എത്തിയിട്ടില്ല. സോ എന്ത് ചെയ്തു? അത് നമ്മുടെ OB ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡ് സോണാണ്. അപ്പോൾ ഇങ്ങനെ കുറേ അങ്ങ് വരയ്ക്കുക. ഓക്കെ, ഇതിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഏരിയ ആണ്. ഓക്കെ, ഇതിപ്പം നിങ്ങൾക്ക് 30 മിനിറ്റ് കിട്ടിയില്ല, 1 അവർ എടുക്കുക. ഇഷ്ടംപോലെ ടൈം ഫ്രെയിം ഉണ്ട്, നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിം വേണമെങ്കിലും എടുക്കുക. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെ ഇത് എന്നാ ഒരു OB ആണോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം ഇതൊരു OB ആണോ? കാരണം ഇതൊരു ഒരു ഗ്രീൻ ക്യാൻഡിലാണ്, അതിനുശേഷം ഫോളോഡ് ബൈ എ റെഡ് ക്യാൻഡിൽ. അല്ല, അത് OB ആയിരുന്നു, പക്ഷേ അത് ഒരു ടൈം എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടോ? പ്രൈസ് തിരിച്ചു വന്ന് ആ ഒരു ഏരിയയിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സോൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ആ ഒരു സോൺ ഫ്രഷ് ആണോ, അല്ലെങ്കിൽ ആ ഒരു സോണിൽ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അതൊക്കെ കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യാം. അല്ല ചുമ്മാ ഞാനിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യുക, ഇപ്പം ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളല്ലേ, നമ്മൾ സോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ടൈം നോക്കുക, അത് ഏത് ടൈമിലാണ് ഉണ്ടായതെന്ന് നോക്കുക. ബേസിക്കലി ഏഷ്യ, ലണ്ടൻ, ന്യൂയോർക്ക്, അതിൽ ഏഷ്യ അങ്ങ് കട്ട് ചെയ്യുക, ലണ്ടൻ, ന്യൂയോർക്ക്, ഈ 2 ടൈമിലുണ്ടാകുന്ന OBs മാക്സിമം മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അല്ലേ, ഏതൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ വർക്ക് ചെയ്തിട്ടില്ല എന്നൊരു ഐഡിയ കിട്ടും. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തടുത്ത വീഡിയോയിൽ ഞാൻ വേണമെങ്കിൽ ബേസിക്സ് പറഞ്ഞുതരാം. കാരണം ഇത് ഒറ്റ വീഡിയോയിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തുമില്ല, ഒരുപാട് കൺഫ്യൂഷൻ വരും അല്ലേ? അപ്പം ഞാൻ പറ്റുവാണെങ്കിൽ ഇതിനെ ഞാൻ ഒരു സീരിയസ് ആയിട്ട് തന്നെ നോക്കാം. ഹെൽപ്ഫുൾ ആണെങ്കിൽ മാത്രം, കാരണം അല്ലാതെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമുക്ക് പ്രൈസ് ആക്ഷൻ്റെ റിവ്യൂ വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമെങ്കിൽ ഇറ്റ്സ് ഫൈൻ, പെർഫെക്റ്റ്ലി ഫൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു, കാരണം ഞാൻ ഓർഡർ ആയിട്ടല്ല, എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ പറയണം എന്നുള്ള രീതിയിലല്ല, ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് അങ്ങ് പറയുവാണ്. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് വേണ്ട കാര്യങ്ങളായിരുന്നു ഈ പറയുന്ന സോൺസ് അല്ലേ. ഇനി എന്താണ് OB? ഓക്കെ, അതും ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ സോൺ ഉണ്ടല്ലോ, അതാണ് OB. ഈ OB എന്ന് പറയുന്ന